സോ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ മാച്ച് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. October 5th നടക്കാൻ പോകുന്ന നമ്മുടെ ഹോം മാച്ചസ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോമ്പന്മാർ കൊമ്പ് ഓർക്കുന്ന മാച്ച്. നമ്മുടെ ഹ്യൂമേറ്റൻ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ബട്ട് എങ്കിലും അത് തന്നെയല്ല, നമ്മുടെ PS-ലും എത്തുന്നു. ഓക്കെ, സോ റൂണി, ടെൽ മീ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെ ചേഞ്ച് വേണം? കഴിഞ്ഞ കളി വെച്ച് നോക്കുമ്പോൾ ചേഞ്ച് വേണമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പാടെ നമ്മുടെ ഇഫാക്ക് ഡിഫൻസിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഏറ്റവും ബാക്കിൽ നിന്ന് തുടങ്ങാം. അതായത് ഗോൾ കീപ്പർ ഗ്രഹാം ഷാക്ക് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സോ ഗ്രഹാം ഷാക്കിന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ 4 ഡിഫൻസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും റൈറ്റിന് പറയുമ്പോൾ സന്ദേശ് ജിങ്കൻ ട്രൈപോഡൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, സന്ദേശ് നമ്മുടെ ജിങ്കൻ, മാർക്കി പ്ലെയർ ഹ്യൂസ്, ഹെങ്ബാട്ട്, പിന്നെ ഇഷ്ഫാഖ് അഹമ്മദ്. ഇവിടെ 4 പേരെ കയറുമ്പോഴത്തേക്കും ജിങ്കൻ മാറ്റേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ജിങ്കനെ റൈറ്റ് വിങ് വഴി കളിപ്പിക്കണേലും ബെറ്റർ ജിങ്കനെ ഡിഫൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറച്ച്. ഇഷ്ഫാഖിൻ്റെ അടുത്ത് മാറ്റാനല്ലേ? പക്ഷേ നമുക്ക് വേറൊരു നല്ല റൈറ്റ് വിങ്ങർ ഇല്ലല്ലോ. റിനാൻഡോ വരുവാണെങ്കിൽ ഓക്കെ, ജിങ്കനെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാം. ജിങ്കൻ ഇസ് ഗുഡ്. പിന്നെ ഹ്യൂസിൻ്റെ കാര്യം, ഹ്യൂസ് നല്ല കളിക്കാരനാണ്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്തവണ മാർക്കി പ്ലെയർ ഡെഡ് ചെയ്ത നല്ലൊരു കളിക്കാരൻ തന്നെയാണ്. ക്യാപ്റ്റനും എല്ലാ റോളും പക്കയാണ്, നല്ല മര്യാദയ്ക്ക് രീതി ചെയ്യുന്നുണ്ട്. അപ്പം ഹ്യൂസിൻ്റെ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഹെങ്ബാട്ടും നല്ല രീതിയിൽ കളിച്ചു. പിന്നെ പറയാനുള്ള ഇഷ്ഫാഖ് അഹമ്മദിൻ്റെ കാര്യം, ഇഷ്ഫാഖ് അഹമ്മദിനെ മാത്രമാണ് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൂ. കാരണം ഞങ്ങളിത് പറയുന്നത് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ വേറൊരു ഡിഫൻസിനെ കൊണ്ടുവന്നിട്ട് ഇഷ്ഫാഖിനെ നമുക്ക് മിഡ്ഫീൽഡിലേക്ക്. പ്രതീക് ചൗധരി is a good defender, I guess. He's a good defender. അല്ലാതെ നമ്മുടെ മറ്റേ പ്രസാദ്, കെ പ്രസാദ്, he's midfielder. മിഡ്ഫീൽഡ് നമ്മുടെ മലയാളി പയ്യനല്ലേ, 19 midfielder. He's midfielder. അപ്പോൾ ചൗധരിനെ കൊണ്ടുവന്നിട്ട് ഇഷ്ഫാഖിനെ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഇഷ്ഫാഖിനെ ഒന്നില്ലെങ്കിൽ മിഡ്ഫീൽഡ് കളിപ്പിക്കുക, അല്ലെങ്കിൽ കളിപ്പിക്കാണ്ടിരിക്കുക. ഇഷ്ഫാഖ് ഓൾ റൈറ്റ് ഈസ് ഗുഡ് ഇൻ ലെഫ്റ്റ് ഫുട്ട് ആൻഡ് ഓൾ, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദി ഇഷ്യൂ. ലെഫ്റ്റ് വിങ് കളിക്കണ ആൾ ലെഫ്റ്റ് ഫുട്ടിൽ ഗുഡ് ആവണം എന്നുള്ള അല്ല ഇഷ്യൂ. കോച്ച് അത് മനസ്സിലാക്കണം. ആ പുള്ളി പ്രൈമറി ഡ്യൂട്ടി ഡിഫൻസ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗോള് കൺസീവ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തിന് നോർത്ത് ഈസ്റ്റ് അലമ്പായിട്ട് കളിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ആയിക്കൂടെ ഒരു ഗോൾ അടിച്ചുള്ളൂ, ഇല്ലെങ്കിൽ കാണാൻ 2-3 ഗോള് പിന്നിലായിപ്പോയി നമ്മൾ. പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ കൊടുക്കാത്ത പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബാക്കി 3 ഡിഫൻഡേഴ്സ് വാസ് ബ്രില്യൻറ്റ്. അപ്പൊ എന്തോ ഭാഗ്യം ഒരു ഗോളിൽ ഒതുങ്ങിയത്. ഞങ്ങൾക്ക് അങ്ങനെ വന്നേ. ഇഷ്ഫാഖ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് റിയലി സ്ട്രോങ്. പ്രതീക് ചൗധരി ഇസ് ദ ഓൺലി വൺ ലെഫ്റ്റ് ആക്ച്വലി റൈറ്റ് നൗ. പിന്നെ എൻഡോയിനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിഡ്ഫീൽഡിൽ നിന്നോ ഫോർവേഡിൽ നിന്നോ ആരെങ്കിലും വലിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗോൾ കീപ്പറിനെ മാറ്റിയിട്ട് എൻഡോയെ ഡിഫൻസ് കയറ്റി ഗ്രാം സ്റ്റാക്സ് ഹെങ്ബർട്ട്, ഗോൾ കീപ്പർ നമ്മുടെ ഇന്ത്യൻ ഗോൾ കീപ്പർ. പക്ഷെ അതൊരു ചെറിയ റിസ്ക് ആണ്. പക്ഷേ ബട്ട് സ്റ്റിൽ സന്ദീപ് നന്ദി കഴിഞ്ഞ വർഷം അടിപൊളി പെർഫോമൻസ് ആണ് കാണിച്ചത്. പിന്നെ മറ്റേ 2 ഗോൾ കീപ്പേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ മറ്റേ നമ്പർ 30 മുഹമ്മദ് അൻസാരി ഈസ് ഓൾസോ ഗുഡ് ഗോൾ കീപ്പർ. കുനാൽ സെവൻത്തും ദേ ആർ റിയലി ഗുഡ് ഗോൾ കീപ്പേഴ്സ്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഗോൾ കീപ്പറിനെ മാറ്റുന്നതിൽ അത്ര ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പീരിയൻസിന്റെ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗോൾ കീപ്പർ ഗ്രാം സ്റ്റാക്സ് നടത്തിയ പോലത്തെ സേവ്സ് ഒന്നും അത്ര വിപുലമായിട്ടൊന്നും നടത്താൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾ കീപ്പറിനെ ഗ്രാം ഷാക്ക് തന്നെയായിരിക്കും കുറച്ചും നല്ലത്. അതെ, കാരണം സന്ദീപ് നന്ദി ഗുഡാണ്. പെട്ടെങ്കിലും ഗ്രാം ഷാക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി നമുക്ക് വിശ്വസിക്കാം. ഗ്രാം ഷാക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കാം. പക്ഷെ എങ്കിലും നമ്മളപ്പോ ഇപ്പൊ കറന്റ് ഉള്ള നമുക്ക് ഡിഫൻഡേഴ്സിലുള്ള 2 ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെഷ്യലിസ്റ്റ് ഡിഫൻഡേഴ്സിലുള്ള 2 ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ മറ്റേ പ്രതീക് ചൗധരി എൻഡോയെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിനാൻഡോ വരണം. ഒരു 5-6 കളികൾക്ക് ശേഷമല്ലേ വരുള്ളൂ. അതെ, അപ്പൊ അത് റിനാൻഡോ വരണ വരെ നമുക്ക് ശരി. ഓക്കെ, പിന്നെ ഇനി മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ച്. വിനീത് റായ് ഇസ് എ പ്രോമിസിങ് മിഡ്ഫീൽഡർ. പക്ഷേ
കഴിഞ്ഞ മാച്ചിൽ വിനീത് റോയ് വാസ് ഇൻ ദാറ്റ് ഗുഡ്. വിനീത് റോയ് ഇസ് ഗുഡ്, പ്രാക്ടീസിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലതായിരുന്നു. വിനീത് റോയിനെ മാറ്റിയിട്ട് നമ്മുടെ പയ്യനെ ഇറക്കണം. നമ്മുടെ പയ്യൻ ആരാ മിഡ്ഫീൽഡിലുള്ളത്? പറഞ്ഞു നമ്മുടെ 19 വയസ്സുള്ള പയ്യൻ, 19 വയസ്സുള്ള പ്രസാദിനെ ഇറക്കണം. പ്രശാന്തിനെ ഇറക്കണം. 19 വയസ്സുള്ള നമ്മുടെ അവനെ ഇറക്കണം. വിനീത് റായിനെ മാറ്റണം. ഓക്കെ, അപ്പൊ അതായി. അവൻ പ്രശാന്ത് ആണെങ്കിൽ പ്രീ മാച്ചിന് നന്നായിട്ട് കളിക്കുകയും കൂടെ ചെയ്ത. സോ പിന്നെ കേരളമാണ്, അപ്പം മിക്കവാറും പ്രശാന്ത് ഇസ് ഓൺലി 19 years old. 19 വയസ്സ്. പ്രശാന്ത് ഹാവ് ഹിസ് ഫ്യൂച്ചർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. നമ്മൾ പ്രശാന്തിനെ ഇറക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വി ഷുഡ് ആക്ച്വലി ബി ബിഹൈൻഡ് പ്രശാന്ത്, സപ്പോർട്ടിങ് ഹിം, ഗിവിങ് all the things that we can give for Prashant. Prashant is a prospect for the future. So പ്രശാന്തിനെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തത് എല്ലാവരും പറയുന്നുണ്ട് ജർമ്മൻ വേഴ്സ് എ ബിറ്റ് സെൽഫിഷ് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ജർമ്മൻ വിൽ ഇംപ്രൂവ്. ജർമ്മൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പൊസിഷനിങ്. German is not at all satisfied with his positioning. He is basically a striker. അപ്പോൾ പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. സോ മേ ബി ദാറ്റ് ജർമ്മൻ അതായിരിക്കും ജർമ്മന് പറ്റിയൊരു പ്രശ്നം. ലെറ്റ്സ് സീ. പിന്നെ ചോപ്ര ഇറങ്ങണം, തുടങ്ങി തന്നെ ഇറങ്ങണം. ചോപ്ര ഇറങ്ങണം. സോ ഹോസുവിൻ്റെ കാര്യമല്ലോ, ഹോസു ഉണ്ടാവും, ടീമിലുണ്ടാവും. അപ്പം മിക്കവാറും നമ്മുടെ കഡിയോനെ മാറ്റിയിട്ടായിരിക്കും ഹോസുവിനെ ഇറക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇനി ഫോർവേഡ്സ് ചോപ്ര ഇറങ്ങണം. സ്റ്റാർട്ടിങ് 11 ചോപ്ര ഉണ്ടാവണം. പിന്നെ ആസ് മാച്ച് കണ്ടിന്യൂസ് ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ഓഫ് ചോപ്ര. It's like Chopra, when Chopra comes, he brings in with him lots of experience and he wanna work out. He wanna prove something. ചോപ്രയ്ക്ക് ഇപ്പോൾ ചോപ്രയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റൈൻ്റെ മുമ്പിൽ ചോപ്രയ്ക്ക് പ്രൂവ് ചെയ്യണം. He have a lot to do. ചോപ്ര അത് മനസ്സിൽ, കാരണം ചോപ്ര വിൽ വർക്ക് ഔട്ട് ഫോർ ഹിസ് ബെസ്റ്റ്. കോൺസ്റ്റന്റൈൻ നമ്മുടെ ഇന്ത്യൻ കോച്ച്, ഇന്ത്യൻ ടീമിന്റെ കോച്ചിന് മുമ്പിൽ പറയണമെന്ന് വെച്ചാൽ, കാരണം ചോപ്ര കേരളം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോച്ച് പറഞ്ഞു മേലെ ഞാൻ കേട്ടില്ല, ഞാനുള്ളപ്പോൾ കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഹാവ് ടു പ്രൂവ് ഹിംസെൽഫ്. ഹി ഹാവ് ടു ഗെറ്റ് പീപ്പിൾ ബിഹൈൻഡ് ഹിം. കോച്ച് പുള്ളിയുടെ ഒപ്പമില്ല. അപ്പൊ നമ്മളാണ് പുള്ളി ചോപ്രയുടെ പുറകിൽ നിൽക്കേണ്ടതെന്ന് ചോപ്രയ്ക്ക് അറിയാം. അപ്പൊ നമുക്ക് വേണ്ടി പുള്ളി എന്തായാലും കളിക്കും, ഉറപ്പാണ്. ചോപ്ര മരണ പോരാട്ടമാണ് ഈ സീസണിൽ. പിന്നെ ബെൽഫോർട്ടിനൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ ഒരു മാച്ചിന്റെ ടൈം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത മാച്ച് ആണെങ്കിൽ ബെൽഫോർട്ട് കേരളത്തിൽ വരാൻ നേരത്ത് കണ്ടോ മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഡിഫറെൻ്റ് ആവും. സോ നമ്മുടെ ടീം, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമ്മുടെ ടീം എല്ലാവരും പറയുന്നുണ്ട് ബാഡ് ടീമാണ് അല്ല നമ്മൾ, പക്ഷെ കേരളത്തിൽ വരാൻ നേരത്തെ ഈ പ്ലേയേഴ്സ് എല്ലാം മാറുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ദർ ഇസ് വൺ തിങ്, ഞാൻ കളിക്കാൻ നേരത്ത്, ഞാൻ ഫുട്ബോൾ കളിക്കുമ്പം എനിക്ക് സപ്പോർട്ടേഴ്സ് കുറേ ഉണ്ടെങ്കിൽ ഐ വിൽ ബി ലൈക്ക് ഭ്രാന്തായിട്ട് ഞാൻ കളിക്കും. സൂപ്പർ കളിയായിരിക്കും ഞാൻ കളിക്കാൻ പോകുന്നത്. അതെ, എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഗോഡ്സോൺ ബ്ലാസ്റ്റേറിയൻ ജിജിൻ ഉണ്ട്. ജിജിന് ഞങ്ങളൊരു നൈറ്റ് അല്ലേ ഫ്ലഡ് ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി കടവന്തര പോയി. അവിടുത്തെ മെയിൻ ഹോം ടീമാണ് ലിറ്റിൽ ലോഡ്സ്. അവിടെ ലോക്കൽ കളി ഓക്കെ, ലോക്കലാണ് നമ്മുടെ ഈ എറണാകുളത്ത്. അപ്പോൾ കടവന്ത്ര ലിറ്റിൽ ലോഡ്സിൽ കളിക്കാൻ വേണ്ടി ജിജിനെ വിളിച്ചപ്പോൾ ജിജിന് ഞങ്ങളൊക്കെ പോവാണ്. അപ്പോൾ ജിജിന് അവിടെ പോയിട്ട് അവരുടെ ഹോം ടീമിൽ ഇറങ്ങുകയാണ്. അവിടെ ഹോം ടീമിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ലൈക്ക് ക്രൗഡ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു ഇതേതാ പയ്യൻ. ശരി, കാരണം ജിജി എന്ന് പറഞ്ഞാൽ പൊക്കം കുറവാണ്, പക്ഷേ എങ്കിലും കളിക്കുന്നൊരു പയ്യനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ജിജിൻ ഇറങ്ങുകയാണ്. ജിജിന് ഫസ്റ്റ് ലൈനിൽ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ കാണികൾ മുഴുവൻ നോക്കുകയാണ് ഇതേതാ പുതിയ പയ്യൻ, അവിടെ കളിക്കുന്ന എല്ലാം വലിയ പ്ലേയേഴ്സ് ഒക്കെയാണ്. അവിടുത്തെ മെയിൻ ആൾക്കാരാണ്. മെയിൻ ആൾക്കാരെന്ന് വെച്ചാൽ എറണാകുളം ടീമിനെ കേരള ടീമിന്റെ പ്ലേയേഴ്സ് ഒക്കെയാണ് കളിക്കുന്നത്. അതെ, അപ്പോൾ ലൈക്ക് ഞങ്ങളുടെ അപ്പോൾ ഞാൻ അവിടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ടീമിൻ്റെ അടുത്തില്ല, ഞാൻ കാണികളുടെ അടുത്ത് നിന്നാണ്. കാരണം ടീമിലൂടെ പോയി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കളി വരയ്ക്കാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞത്, അപ്പോൾ ഞാൻ കാണികളുടെ ഇടയിൽ പോയി ഇരിക്കുക, കാണികളുടെ ഇടയിൽ പോയി ഇരുന്ന് കളിയാണെന്നുണ്ടെങ്കിൽ ഇവർ പരസ്പരം, കാരണം ഞാനും കാണികളുടെ ഒരാളായിട്ട് നിൽക്കുക, എനിക്ക് ഇവനെ പരിചയമില്ലാത്ത സീനിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുണ്ട് ഇത് ഏതാ പയ്യൻ, ഇവനെ ഏതാ പയ്യൻ, എവിടെ നിന്നുള്ള പയ്യൻ അറിയില്ലല്ലോ. അപ്പം ഞാൻ ഒന്നും അതുപോലെ അറിയില്ല ഇത് ഏതാ പയ്യൻ, ആ സ്കീമിലൊക്കെ നിൽക്കാം. അപ്പോഴത്തേക്കും ജിജിൻ ഭയങ്കര ഡെസ്പായി കളിക്കുന്നപ്പോഴത്തേക്കും ഇവൻ ആദ്യത്തെ ഒരു ബോൾ ഷൂട്ട് ചെയ്തു, ബാറിലിടിച്ച് പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്കും ആൾക്കാരും ചേരുന്നത്. അപ്പം ഞാൻ മാത്രം
കൈയടിക്കുന്നുണ്ട്. ആ സ്കീമായപ്പോഴത്തേക്കും ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. അപ്പം ഞാനിപ്പോഴത്തേക്കും ലൈക്ക് ഒരു സ്പൈ വർക്ക് പോലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് ആ പയ്യൻ അവിടെ അത് കളിക്കാൻ പോണത് നാഷണൽ അങ്ങനത്തെ സ്കീമെല്ലാം പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഒരു ധാരണ പോലെ ഉണ്ടാക്കി. ലൈക്ക് ഇപ്പം പ്രൊഫഷണൽ. അത് ചെയ്യുമ്പോഴത്തേക്കും വേറിട്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ ജിജിന് ഒരു ഗോൾ സ്കോർ ചെയ്തപ്പോഴത്തേക്കും ആദ്യം അടിച്ച ഷോട്ടിൽ എന്ന് വെച്ചാൽ ആൾക്കാരൊന്നും കൈയടിക്കുന്നില്ല. സ്കോർ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര പതുക്കെയായിരുന്നു ആദ്യം കൈയടിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ജിജിന്ന് ഭയങ്കര കാണികളെ ഭയങ്കര വിളിച്ചല്ലേ. അപ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ നോക്കണ്ട് കാണികളെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ ജിജിന്റെ കാലിൽ ബോൾ ഇട്ടുമ്പോഴത്തേക്കും മെക്സിക്കൻ വേവൊക്കെയാണ് പോകുന്നത്. അവിടുത്തെ പിള്ളേരോട് മുഴുവൻ പറഞ്ഞ് സെറ്റ് ചെയ്തത് കളി. അപ്പോഴത്തേക്കും ജിജിന്റെ കാലിൽ ബോൾ ഭയങ്കര മെക്സിക്കൻ വേവ്, സ്റ്റേഡിയം മുഴുവൻ റൗണ്ടിൽ മെക്സിക്കൻ വേവും കാരണമൊക്കെ. ചെക്കൻ എന്ന് പറഞ്ഞാൽ ജിജിന്ന് ഭ്രാന്തായിട്ട് വെറുതെ പോണ ബോൾ ചാടി സിസർക്കട്ടൊക്കെ കോർണർ നമുക്ക് ക്രോസ് വന്ന ബോളാണ്. ജിജിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു 5 അടി അല്ല 4 അടിയാണ് ഹൈറ്റ്. അന്ന് 4 അടി ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടി. അന്ന് 12th എന്തോ. അപ്പൊ അന്ന് പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ 4 അടി ആ റേഞ്ചേ ഉള്ളൂ. അപ്പൊ ഇവനൊരു ചാടുമ്പോൾ ഒരു 6 അടിയോളം ഇവൻ ഹൈറ്റ് ചാടാൻ പറ്റുന്നുള്ളൂ വെച്ചോ. അതിലും ഹൈറ്റിൽ പോയ ബോൾ ഇവൻ ചാടി സിസർക്കട്ട് ആയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞവരെന്ന് പറഞ്ഞില്ല, ക്രൗഡ്സ് നമ്മുടെ ക്രൗഡ് നമുക്ക് ഓരോ പ്ലേയേഴ്സിന് വേണ്ടി ചാൻഡ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അതുണ്ടല്ലോ, ഒരു സ്പാർക്ക് ഉണ്ടാവും. കാരണം അവർക്കൊരു ശരിക്കുള്ള പ്ലേയേഴ്സിനൊരു 100% ഒരു 80% അല്ലെങ്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവർ 120% എടുക്കുന്നതിലും കൂടുതലുള്ള എഫേർട്ട് ഇട്ട് അവർ കളിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരി. കാരണം എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്നുള്ളൂ. കാരണം നാളത്തെ കളിയിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ഇപ്പോഴേ ആരോടും സംസാരിക്കാണ്ട് തൊണ്ടയൊക്കെ സെറ്റാക്കിയിട്ടായിരിക്കും നാളെ വരുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ തൊണ്ട പോയി കിടക്കുക, അതുകൊണ്ട് എനിക്ക് അധികം ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഞാൻ മൈക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആ സ്കീമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കല്ലേ ആ സ്കീമാണ്. അപ്പോൾ നമ്മൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ചാൻസ് ചെയ്യും. നമ്മൾ ഫുൾ ടൈം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് 1.5 മണിക്കൂറിലെ കളിയായാലും നമ്മളൊരു 5 മണിക്കൂർ 6 മണിക്കൂറോളം അവിടെ കിടന്ന് ഒച്ചയും ബഹളമാണ്. നേരത്തെ നിർത്തിയിട്ടില്ല സത്യം. ഒരു കോള്, കാരണം ഫോൺ നമുക്ക് എടുക്കാൻ പറ്റില്ല. കോൾ എടുക്കാൻ എന്തെങ്കിലും വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ തിരിച്ചോളൂ ആ സ്കീമാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് കീപ് സപ്പോർട്ടിങ് അവർ കേരള ബ്ലാസ്റ്റേഴ്സ് മോർ. കഴിഞ്ഞ സീസണിലും നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എക്സ്പെഷ്യലി നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പേരെല്ലാം എടുത്ത് പറയുമ്പോഴത്തേക്ക് അവർക്കതൊരു ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ അവരുടെ കളിയിലും കൂടുതൽ കളി അവർ കാഴ്ചവെക്കും. പിന്നെ മിറാക്കിൾസ് ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെ. We will win this match. It's our home match. This is our ground. No one comes and dictates game over here. നമ്മുടെ ഇവിടെ വന്നിട്ട് ആരും ഗെയിം നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യൊന്നുമില്ല. അത് നമ്മുടെ കളിക്കളോ, നമ്മളവിടെ നമ്മുടെ ഇതിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഏരിയ കൊച്ചി ഞങ്ങളുടെ ഏരിയ. അതെ, ആ സ്കീമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ടീമിൽ നിന്ന് മാറ്റം വരുത്താൻ എന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല. വേറെ നമ്മുടെ ടീം അടിപൊളിയാണ്. കുറച്ചും കൂടെ ഒത്തുധാരണയിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഐ തിങ്ക് നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കണം. നമ്മൾ ആദ്യമേ തന്നെ ഡയറക്റ്റ് ഫുട്ബോളിലേക്ക് പോകുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തത്തക്ക രീതിയിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ കളിയിൽ ഉപയോഗിക്കണം. ഡിഫെൻസ് സ്ട്രോങ് ആക്കിയിട്ട് വി ജസ്റ്റ് നീഡ് ടു പാസ് ദ ബോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ഗോ വിത്ത് അവർ ഫുട്ബോൾ. പ്ലാൻ എയിലേക്ക് മാറുക, കോച്ചിന്റെ പ്ലാൻ എയിലേക്ക് മാറുക. Direct football, go there, score the goal, come back. Go there, shoot the ball, come back. Go there, shoot the ball, come back. Celebrate. അല്ല, അവർക്ക് ഇത് go there, shoot the ball ആ ഒരു മെഷീൻ വർക്ക് പോലെ നടക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെലിബ്രേഷൻ നമ്മൾ മെക്സിക്കൻ വേവ്സ് 3 റോ, പിന്നെ എന്തോ LED ഫ്ലാഷിന്റെ കാര്യമൊക്കെ എല്ലാ മാധ്യമങ്ങളിൽ വരും. ചാൻഡ് വേണം, നമ്മൾ എന്തായാലും ചാൻഡ് ചെയ്യണം. ഞങ്ങൾ ഓൾറെഡി ഒരു ചാൻഡ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെയെങ്കിലും ഞങ്ങൾ അതായിരിക്കും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പാടാൻ പോകുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ബ്ലോക്ക് ചെയ്താണ്, നമ്മൾ ഈസ്റ്റ് ബ്ലോക്കിലാണ്. അതായത് ടെക്നിക്കൽ ഏരിയ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇരിക്കണേ, അതിന്റെ പുറകിലല്ല, നേരെ ഓപ്പോസിറ്റാണ്. കഴിഞ്ഞ തവണ നമ്മൾ നേരെ സച്ചിനൊക്കെ ഇരുന്നത് തൊട്ടിപ്പുറത്തില്ല. കഴിഞ്ഞ തവണ സച്ചിൻ്റെ തൊട്ട് താഴെയാണ് ഇരുന്നേച്ചത്. ഇത് നമ്മൾ ആ ടെക്നിക്കൽ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ചെയറിലാണ് ഇരിക്കുന്നത്. കട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഇരിക്കുന്ന ഫാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, ഞങ്ങളെ കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. നിത്തിനും അക്കി ഉണ്ടാവില്ല. നിത്തിന് ലീവ് കിട്ടിയില്ല, അക്കിക്കും ലീവ് കിട്ടിയില്ല. അക്കി എന്തോ സ്റ്റേറ്റ്
ഓൾ കേരള സംഭവമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. 9th മാച്ചിന് നമ്മളെ ജോയിൻ ചെയ്യും. നിതിനും 9th മാച്ചിന് ജോയിൻ ചെയ്യും. അന്ന് രാജീവ് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ എന്തായാലും ഉണ്ടാവും. ഞാൻ എല്ലാ മാച്ചിനും ഞാൻ പറഞ്ഞില്ല. ഞാൻ അതെ എനിക്കും അത് ഞാൻ പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി 2 മാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, നവംബർ ഡിസംബറിൽ. അതിലേക്ക് പോവേണ്ട ഒരു മീറ്റിംഗ് അന്ന് 9th വെച്ചേക്കുന്നത്. ഞാൻ മാക്സിമം പറഞ്ഞു ഒഴിവാക്കാം. ഞാൻ എന്തായാലും വരാമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ എങ്കിലും അവർക്ക് എന്തോ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അത് മീറ്റിംഗ് തുടങ്ങുന്ന സമയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 7 മണിക്കാണ് വെച്ചേക്കുന്നത്. മാച്ചും തുടങ്ങുന്ന 7 മണിക്ക്. കാരണം എനിക്ക് ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. അങ്ങനെ കുറേ വള്ളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കഴിയുമ്പോഴത്തേക്കും ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറാണ് പറയുന്നവർ. അപ്പോൾ എന്തായാലും കളി കാണാൻ പറ്റില്ല, TV-യിലും കാണാൻ പറ്റില്ല, മൊബൈലിലും കാണാൻ പറ്റില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ എന്തെങ്കിലും കച്ചറ കാണിച്ച് ഇറങ്ങാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി ഞാൻ അവരുടെ അടുത്ത് 10-12 വർഷം എൻ്റെ അമ്മൂമ്മയും ഉപ്പയും ഞാൻ കൊന്നിട്ടുണ്ട്. എങ്കിലും ഇത്രയാണ് അത് പറഞ്ഞത്, എന്തായാലും വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും അതിനു മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും 9th മാച്ചാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിതിനും അക്കിയും ഒക്ടേവും വിൽ ബ്ലോക്ക് ദ വീഡിയോ. ആൻഡ് നാളെ ഞങ്ങളൊരു 3 മണിയാകുമ്പോൾ ഫ്രീ ആയില്ലേ? 3 മണി. എനിക്ക് കോച്ചിങ്, പിള്ളേരുടെ കോച്ചിങ് കഴിയാൻ നേരത്ത് 4 മണിയാണ്. 4 മണിക്ക് വന്ന് അങ്ങോട്ട് വന്നാൽ മതി. 4 മണിക്ക് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എത്തുമ്പോഴത്തേക്കും 4:45 5 മണി. 5 മണിക്ക് ഒരു സമയത്ത് നമ്മൾ അവിടെ കയറി സ്റ്റേഡിയത്തിൽ കയറി. 6 മണിക്ക് എന്തായാലും ടിക്കറ്റ് സ്റ്റേഡിയം ഓപ്പൺ ആവുള്ളൂ. ഉറപ്പല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 5 മണി ടൈം ആകുമ്പോഴത്തേക്കും, ഞങ്ങൾ നേരത്തെ 3 മണിക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞങ്ങൾ 5 മണി ആകുമ്പോഴത്തേക്കും 3 മണിക്ക് ഉണ്ടാകാൻ പറ്റാത്തതിൻ്റെ കാരണം, ആസ് യു ഓൾ നോ, ഐ എം എ ടീച്ചർ, ഐ എം എ ഫുട്ബോൾ കോച്ച്. അപ്പം സ്കൂളിൽ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ 3 o'clock ആവും. 3 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോച്ചിങ്ങിൻ്റെ ടൈമാണ് പിള്ളേരുടെ. ഞങ്ങളുടെ ഫുട്ബോൾ ടീം അപ്പം ലൈക്ക് 3 കാറ്റഗറി ഉണ്ട് ഞങ്ങൾക്ക്, സബ് ജൂനിയേഴ്സ്, ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ്. അപ്പം 3 കാറ്റഗറിക്കും കോച്ചിങ് ഉണ്ട്. 3 o'clock to 4 o'clock 1 hour കോച്ചിങ് ഉണ്ട്. 4 o'clock എനിക്ക് ഫ്രീ ആവുള്ളൂ. 4 o'clock കഴിഞ്ഞ് പിന്നെ ബ്ലോക്കൊക്കെ കളമശ്ശേരിയിലാണ്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എറണാകുളം കലൂർ എത്താൻ നേരത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് 5ish ആയിരിക്കും. 5 o'clock 5 o'clock ആയിരിക്കും. 5 മണിയോ? ഇതിപ്പോ ഞങ്ങൾ ഇംഗ്ലീഷ് ഭയങ്കര നോളജുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് ഭയങ്കര നോളജാണ് ഇംഗ്ലീഷ്. 5 o'clock ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. 5 o'clock സ്റ്റേഡിയത്തിലുണ്ടാവും. ചെറുതായിട്ട് പ്രീ മാച്ച് ഒക്കെ ആയിട്ട് ആൾക്കാരോട്, ഫാൻസിനോട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ നോക്കും ഞങ്ങൾ. സോ 5 മണിക്ക് നമ്മുടെ ട്രൈപോഡ് 5 മണിക്ക് കാണുന്ന ഫാൻസിനെയൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂ 6-നായിരിക്കും അകത്തേക്ക് കയറ്റി വിട്ട് തുടങ്ങുന്നത്. സോ 6 ഒക്കെ ആവാൻ നേരത്ത് നമുക്ക് അകത്തേക്ക് കയറാം. ആൻഡ് ലെറ്റ്സ് സീ അതായത് പറഞ്ഞല്ലേ. പിന്നെ ഞങ്ങളവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നിന്നാലും ഞങ്ങൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. പോസ്റ്റ് അപ്ലോഡ് ഞങ്ങളെന്തായാലും ഒരു വേറിട്ട രീതിയിലുള്ളതാണ് കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കുള്ള രീതിയിലുള്ള ബ്ലോഗും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വഴിക്ക് കാണുന്ന ആരാധകരെയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കും. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ കുറെ കോപ്പറുകളും കോഷ്ടായങ്ങളും കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സഹിക്കണം പ്ലീസ്, ഒന്ന് സഹിക്കുക ഞങ്ങളെ. അതെ, ഇത്ര നാളെ സഹിച്ച പോലെ നിങ്ങൾ ഇനിയും സഹിക്കുക. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. നമുക്കത് ഇനിയും വേണം. നമുക്ക് ചാനലൊക്കെ നന്നായിട്ട് ചെയ്യണം. ഈ പ്രാവശ്യം നമ്മൾ ഡിഫറെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അവർ ടീം എല്ലാവരും കാണണം. അവരെ ബാക്കിയുള്ള ടീംസൊക്കെ ഞെട്ടണം. നമ്മളിൽ നിന്ന് കണ്ട് ബാക്കിയുള്ള ടീംസിൻ്റെ ക്രൗഡ് കാര്യങ്ങൾ പഠിക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. സോ ആൻഡ് പ്ലീസ് ഗായ്സ്, എല്ലാവരും പറയാനുള്ളത് വെച്ചാൽ നമ്മളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ്. ബട്ട് എങ്കിലും ഒരു 1000 പേര് വരാണെന്നുണ്ടെങ്കിൽ അതിൽ 800 പേരായിരിക്കും ഉണ്ടാവുള്ളൂ. ബാക്കി 200 പേര് കൊൽക്കട്ട, ഹ്യൂമേട്ടൻ കൊൽക്കട്ട കളിക്കുന്ന കാരണം കൊൽക്കട്ടയുടെ ഫാനായിരിക്കും. ബട്ട് എങ്കിലും എനിക്ക് പറയാനുള്ള റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ മഞ്ഞ ജേഴ്സി ഇട്ടുകൊണ്ട് വരിക. യെസ് പ്ലീസ്, സ്റ്റേഡിയം ഷുഡ് ബി ഫുൾ ബ്ലൂ. ഇടയ്ക്ക് അവിടെ കൊൽക്കട്ടയുടെ അതൊക്കെ ജേഴ്സി ആണെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചില്ല. അയ്യോ ബ്ലൂ, ഞാനത് ബ്ലൂ യെല്ലോ സോറി, സ്റ്റേഡിയം ഷുഡ് ബി ബ്ലൂ. സ്റ്റേഡിയം ഷുഡ് ബി യെല്ലോ. ഓക്കെ, പിന്നെ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഞാൻ വെറുതെ ഇംഗ്ലീഷൊന്നും വെളിപ്പടിക്കണില്ല, വെള്ളിയും. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. അതാണ്. ആൻഡ് സീ യു ഇൻ ദ സ്റ്റേഡിയം. ലെറ്റ്സ് ഓൾ മീറ്റ് ഇൻ ദ സ്റ്റേഡിയം ആൻഡ് ലെറ്റ്സ് മീറ്റ് and have fun, talk
ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തരാം. ഞങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല എന്നുള്ള ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. So until then, bye. tomorrow.